ഹലോ. ഈ സ്കൂളിലെ കലാപ്രതിഭയുള്ള കുട്ടികളെ അണിനിരത്ത് നടത്തുന്ന നാടകത്തിന്റെ ആദ്യ അവതരണം ഉടൻ ആരംഭിക്കുന്നതാണ്. അതിനായി നിങ്ങൾ മുൻപിലിരിക്കുന്ന കുട്ടികൾ നാടകം ആരംഭിക്കുമ്പോൾ നിശബ്ദത പാലിക്കേണ്ടതാണ്. അടുത്തതായി ഈ നാടകം സംവിധാനം ചെയ്ത പ്രശസ്ത സംവിധായകൻ മുളയിരക്കുന്നു സത്യാനന്ദനെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതാണ്. എടാ, ടോം ഇതുവരെ എത്തിയില്ലല്ലോ. അവൻ വന്നോളും. ഇനി പ്രിൻസിപ്പാളിന്റെ പ്രസംഗം കൂടെ ബാക്കിയില്ല. എന്നാലും അവൻ ഇത്ര സമയത്ത് എന്താ വരാത്ത? ഇനി അവൻ മറ്റേ പണിക്ക് പോയോ? ഏയ്, നാടകം അവന് ജീവനാ. ഇന്ന് അവൻ മറ്റേ പണിയൊന്നും ചെയ്യില്ല. ടോം എവിടെ പോയി? വന്നില്ല. വരുമായിരിക്കുന്നോ? ഈ നാടകത്തിലെ പ്രധാന വേഷം ചെയ്യുന്ന ആൾ വന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ ഇത് പറഞ്ഞ് സാറിനെ അറിയിക്കണ്ട. അവൻ വന്നോളും. എല്ലാരും റെഡിയായോ? റെഡിയായി സർ. ശ്യാം, നമ്മുടെ ടോം എവിടെ? സാർ, അവൻ ഇതുവരെ വന്നില്ലേ? വന്നില്ലേ? അവൻ വന്നോളും. കഴിഞ്ഞ വർഷവും അവനിതുപോലെ താമസിച്ചാ വന്നേ. സ്റ്റേജിൽ കയറിയാ പിന്നെ രക്ഷപ്പെട്ടു. നന്നായി അഭിനയിച്ചോളും. നീ ഒരു കാര്യം ചെയ്യ്, ഫോൺ ഉണ്ടെങ്കിൽ അവനൊന്ന് വിളിക്കേ. ശരി സർ. വേഗം വരാൻ പറയും. മോനിഷിനെത്ത് മത്തി തെറ്റിക്കാതെ പിള്ളേരുടെ ഒരു കാര്യം. ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നു? ഹലോ. ഹലോ, ശ്യാമാണ്, ടോമിന്റെ ക്ലാസ്മേറ്റ്. നീ ശ്യാമാണോടാ? അതെ, അവൻ ഇപ്പൊ വരാൻ പറ്റിയ കണ്ടീഷനിലല്ല. എന്തു പറ്റി? ഒന്നുമില്ല. ഞങ്ങളൽപ്പം കഴിച്ചു. അല്പം ഓവറായവൻ. ഞാൻ അവനെ റൂമിൽ കിടത്തിയിരിക്കുക. വേഗം വിളിക്ക്. എങ്ങനെയല്ലേ ഇവിടെ എത്തിക്കണം. നാടകം തുടങ്ങാറായി. വേഗം പ്ലീസ്. നോക്കട്ടെ. നാടകം കളിക്കണം പോലും. ഇവനെ ഒന്ന് എണീപ്പിക്കണം. ഇതിപ്പോ എടാ, നിനക്ക് നാടകമുള്ളതല്ലേ? എന്തത്? ഇങ്ങോട്ടേക്കാൻ എടാ, ഇങ്ങോട്ടേക്കാനേ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഏക്കടാ ഇങ്ങോട്ട്. എന്ത് പണിയാടി കാണിച്ചേ? ഇങ്ങോട്ടേക്കണം. എടാ, നടക്കാൻ ഇങ്ങോട്ട്. ഈ ചെറുക്കന്റെ ഒരു കാര്യേ. എടാ ടോമ, നീ ഇത് എവിടെയാ? ഞാനിവിടെ ഉണ്ടെന്നേ. നിന്നോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ? നാടകം തുടങ്ങാറായി. ഇവിടെ വെച്ചാ എവിടെ? നീ ഇതെവിടെ പോയി കിടക്കുക? നാടകം തുടങ്ങാറായി. ഡയലോഗ് അറിയാവോ? പറഞ്ഞേ. നീ തന്നെ അങ്ങ് പറ. രാജനീതി നടപ്പാക്കുകയാണ് രാജാവിന്റെ ധർമ്മം. രാജനീതി നടപ്പാക്കുകയാണ് രാജധർമ്മം. കിരീടാവകാശത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച നിന്റെ സഹോദരൻ ചെയ്തത്. മതി. ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അല്ലയോ തീപ്സിലെ രാജാവേ, സ്വന്തം സഹോദരന്റെ ശവശരീരം പോലും പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ശവസംസ്കാരം നടത്താൻ അനുവദിക്കാത്ത രാജനീതി പോയി തൊലയട്ടെ. രാജനീതി നടപ്പാക്കുകയാണ് രാജധർമ്മം. കിരീടാവകാശത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച നിന്റെ സഹോദരൻ ചെയ്തത് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹം ചെയ്ത് മൃത്യു വരിച്ചവനെ വീരപദവി നൽകി ശവസംസ്കാര ചടങ്ങ് നടത്തുവാൻ എന്നിലെ രാജാവിനാവില്ല. ഇവിടെ കരുണയും സ്വന്തം ബന്ധങ്ങളും വിലപ്പോവില്ല. രാജധർമ്മം നടപ്പിലാക്കും. ക്രയോൺ, നിങ്ങൾ നീചനാണ്, കരുണ പറ്റിയവനാണ്. എനിക്ക് എന്റെ സഹോദരന്റെ ശവസംസ്കാരം നടത്തണം. കുറ്റം ചെയ്താൽ രാജപുത്രനും ശിക്ഷാർഹൻ തന്നെ. ശിക്ഷാവിധിയിൽ ന്യായപീഠത്തിന് എന്ത് പറ്റി? കട്ടയാൻ പറ. സാറിനെ വിളിക്കാം. എന്ത് പറ്റി? ടോമി, അയ്യോ ടോമിന് എന്ത് പറ്റി? സാർ കുറച്ച് വെള്ളം എടുത്തു. ടോമി
ടോമിന്റെ പോയി ചോര. ടോമേ, എന്ത് പറ്റിയടാ? ടോമേ. എനിക്ക് ടോമിനെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല. അതെന്താ സിസ്റ്റർ? ഇപ്പൊ ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുകയാണ്. ദൈവമേ, അവൻ എന്താണ് ഇങ്ങനെയൊക്കെ? ഒന്ന് സമാധാനിക്ക്. എന്താ എല്ലാരും കൂടി പുതിയ വല്ല പദ്ധതിയും പ്ലാനും ഇട്ടോണ്ടാണോ വരവ്? ഞങ്ങള് റോബിനെ കാണാൻ വന്ന. ഞങ്ങള് ആശുപത്രി പോവാ ടോമിനെ കാണാൻ. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. പുതിയ വല്ല പ്ലാനും ഇട്ടോണ്ടാണോ വരുന്നതെന്ന്. ഒരുത്തനെ കുടിപ്പിച്ച് ആശുപത്രിയിലാക്കി. ഇനി ഇവനെ കൂടെ നശിപ്പിക്കാനാണോ? കേറിപ്പോടാ അകത്തേക്ക്. ഇനി നിനക്ക് യുവമാരുമായിട്ടൊരു കൂട്ടും വേണ്ട. മക്കളെ, വേഗം സ്ഥലം വിട്. ഇനി റോബിനുമായിട്ട് ഒരു പരിപാടിയും വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇങ്ങോട്ട് വന്നതാണോ കുഴപ്പം? ആ, നമ്മളൊരു പരിധി വരെ ഇതൊക്കെ ചെയ്തതല്ലേ. എന്ത് ചെയ്തെന്നാ പറയുന്നേ? കളൂടിയും മറ്റും. ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാ. എന്ന് വെച്ച് ടോം ഇങ്ങനെയാവുമെന്ന് നമ്മൾ കരുതിയോ? നീ അവനെ കോളേജിലെ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്. ശ്യാം, ശ്യാം, ടോമിനിപ്പോ എങ്ങനെയുണ്ട്? ICUവിൽ നിന്ന് ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. റൂമിലേക്ക് മാറ്റും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, സ്റ്റേജിൽ രക്തം ഛർദിച്ചപ്പോ ഞാനാകെ പേടിച്ചു പോയി. കുഴപ്പമുണ്ട്. ടോമിനെന്താ കുഴപ്പം? ടോമിന് ഇനി പഴയതുപോലെ ടോമിന് കരളിനാണ് അസുഖം. അല്ലെങ്കിലും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളുടെ ഈ പണി അത്ര നല്ലതല്ലെന്ന്. ക്ലാസ് നന്നായി പഠിക്കുന്ന, പാടുന്ന, അഭിനയിക്കുന്ന ആളല്ലായിരുന്നു ടോം. ഹോ, കഷ്ടം. അവന് സ്കൂളിന് പുറത്തുള്ളവരുമായിട്ടാ കൂട്ട്. ടോമിന്റെ റൂമെത്തി. അവന് വിഷമുണ്ടാക്കുന്ന ഒന്നും പറയണ്ട. ടോം, ടോം, നിങ്ങൾ ടോമിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ടോമിനിപ്പോ എങ്ങനെയുണ്ട്? എന്തു പറയാനാ മോളെ, ക്ലാസ്സിൽ നന്നായി പഠിച്ചോണ്ടിരുന്നവന് ഇപ്പോഴേ ഇങ്ങനൊക്കെ തോന്നാൻ. ഒന്ന് മാറിക്കേ. ഒരു കുപ്പി മരുന്നൂടെ വാങ്ങണം. ടോം, എന്താ ഇത്? നിനക്ക് എന്ത് പറ്റി? രേവതി, എന്താ ഇത് ഈ സമയത്ത്? ചുമ്മാ എല്ലാം എന്റെ കുഴപ്പം. ഞാൻ അയാളുടെ കൂടെ കൂടിയപ്പിന് എനിക്ക് ഇങ്ങനെയൊക്കെ. ആരുടെ കൂടെ? ആ നശിച്ചവൻ, പിള്ളേരെ ചിരിച്ചുകൊണ്ട് വശത്താക്കുന്നവൻ. അയാളിൽ നിന്നും എനിക്കിനി രക്ഷപ്പെടാനാവില്ല. എടാ, വേഗം വന്ന് ബൈക്ക് കയറാ. എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. അതെനിക്കറിയാം. ക്ലാസ് എന്നും ഉണ്ടാവും. എന്നാൽ ഇന്ന് വന്നാൽ നിനക്ക് കുറെ ഗുണമുള്ള കാര്യമാടാ ഉള്ളേ. എന്ത് ഗുണം? ഒരു നല്ല സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. വന്നാ കുടിക്കാം. എടാ, ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു പുത്തൻ അനുഭവമായിരിക്കും അത്. വേണമെങ്കിൽ വന്ന് കേറ്, വായി നോക്കി നിൽക്കാതെ. വേഗം വന്ന് കേറാ. ഓ, എങ്ങനെയുണ്ടറാ? ഞാനിപ്പോ നല്ല ഫോമില. എനിക്കിത് എന്നും വാങ്ങിത്തരൂ? എന്നും വാങ്ങിത്തരാം. എന്നും വാങ്ങിത്തരണേ കുറച്ച് ചെലവുണ്ട്. ഇതേ ഫോർണ. ഇതിന് നല്ല ചെലവ് വരും. എന്ത് ചെലവ്? നീ കുടിച്ച സാധനത്തിനെ നല്ല ചെലവ് വരും. അതിനിപ്പം എന്റെ ഈ പൈസ ഒന്നുമില്ല. ഇപ്പൊ നീ പൈസ ഒന്നും കൊടുക്കണ്ട, എല്ലാം ഞാൻ കൊടുത്തോളാം. എന്നും കുടിക്കണേൽ മോനെ എന്ത് ചെയ്യും? എടാ, പണം വേണ്ട കയ്യില്.
ശരിയാ. ഞാനിപ്പോ എങ്ങനെ പൈസ കൊണ്ടുവരിക? അതിന് വഴി ഞാൻ ഉണ്ടാക്കി തരാം. ആ അതെ, മോന്റെ അമ്മയ്ക്ക് സ്വർണ്ണമാലയുണ്ടല്ലോ. ഉണ്ട്. ആ എത്ര എണ്ണം ഉണ്ട്? 3 കാണും. അത് മതി. അതിലൊരെണ്ണം എടുത്താൽ കുറെ നാളത്തേക്ക് നമുക്ക് അടിച്ചു പൊളിക്കാടാ. അതിന് സ്വർണ്ണമാല അമ്മയുടെ അല്ലേ? അതെനിക്ക് എടുക്കാൻ പറ്റില്ല. പറ്റില്ലല്ലടാ. എണീക്കടാ. ഇല്ല അവിടെ ഇങ്ങോട്ട് അടുപ്പിച്ചിടാ. ഇതോ ചേട്ടാ ഇതെന്താ? എന്റെ മോനോടിരുന്നേ. അയ്യോ പിടിച്ചു. പിന്നെ ഈ കേസിൽ 1-ാം പ്രതി നീയാ. കാരണം ഞാനാണ് ബൈക്ക് ഓടിച്ചത്, പുറകിലിരുന്ന ആളാണ് മാല മോഷ്ടിച്ചത്. അതുകൊണ്ട് ഈ കേസിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിന്റെ തലയിലാണ്. അതിന് ഞാൻ പോലീസ് അന്വേഷിച്ചാൽ ഈ കാര്യം നീ പറയണം. അതൊക്കെ പോട്ടെ, നിന്റെ പേടിയും ഭയവും ഒക്കെ ഞാൻ മാറ്റിത്തരാം. എനിക്ക് വേണ്ട. എനിക്ക് ആ പേടിയാണ്. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് അമ്മയെ കാണണം. കോളയാടാ, കുടിച്ചോടാ കോള. കുടിക്ക. ഇപ്പൊ നിന്റെ പേടി മാറും, നിനക്ക് ധൈര്യം വരും, സുഖം വരും. എനിക്ക് ഇനിയും വേണം. കുടിക്കടാ. പിന്നെ ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരും. എനിക്ക് നിന്റെ അമ്മയുടെ സ്വർണ്ണമാല വേണം, കേട്ടോ? നീ വാതില് തുറന്നിട്ടേക്കണം. ഇതിലേ പോലെ അങ്ങനെ അയാൾ എന്നെ നിരന്തരം പേടിപ്പിച്ചുകൊണ്ടിരുന്നു. എവിടെ പോലീസിനെ കണ്ടാലും ഞാൻ പേടിച്ചോടും. ആ പേടി മാറ്റുവാൻ ഞാൻ കുടിച്ചു. ഇന്നെനിക്ക് അസുഖം ബാധിച്ചു. ഇനി ഞാൻ സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ട് നമുക്ക് അയാളെ പോലീസിൽ പിടിപ്പിക്കാം. വേണ്ട, അത് വേണ്ട. അയാൾ എന്നെ പ്രതിയാക്കും. പ്രിൻസിപ്പാളിനോടൊന്നും പറയണ്ട. അതൊക്കെ പിന്നത്തെ കാര്യം. ആദ്യം ഇവന്റെ അസുഖം പോട്ടെ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഇതെന്താണ് ടോം കിടക്കുന്നത്? ഒരസുഖമൊന്നുമില്ലല്ലോ, എണീറ്റിരിക്കുക. നിങ്ങളൊക്കെ ടോമിന്റെ സുഹൃത്തുക്കളാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. സിസ്റ്റർ, എന്റെ ലാപ്ടോപ്പ് എടുക്കൂ. നിങ്ങൾക്കറിയാമോ ടോമിന് എങ്ങനെയാണ് ഈ അസുഖങ്ങളൊക്കെ വന്നതെന്ന്? മദ്യപാനം. അതിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്നറിയണ്ടേ? ഒരു പ്രസന്റേഷനിലൂടെ ഞാനിത് കാണിച്ചു തരാം. ടോമിന് എങ്ങനെയാണ് ഈ അസുഖങ്ങൾ വന്നതെന്നും അത് അവനെ എങ്ങനെ ബാധിച്ചു എന്നും നമുക്ക് നോക്കാം. അവനറിയാതെ അവനിലേക്കൊരു ദുശീലം കടന്നു വന്നു. എന്താ അത്? അതാണ് മദ്യപാനം. നിങ്ങളുടെ ഈ പ്രായത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളോടും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. വീട്ടുകാരറിയാതെ ഇത്തരം പ്രവണതകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ധാരാളം സാമൂഹ്യ വിരുദ്ധരുമുണ്ട്. അതുമാത്രമല്ല, മദ്യം കുടിക്കുമ്പോഴുള്ള സുഖം മാത്രമേ കുടിക്കുന്നയാളുടെ മനസ്സിലുണ്ടാവൂ. അതവന്റെ മനസ്സിനും
ശരീരത്തിന് നൽകുന്ന ദോഷങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതേ നോക്കിക്കേ, ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മദ്യപിക്കുന്നയാളുടെ തലച്ചോറിൽ ലഹരി എത്തുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഓർമ്മക്കുറവാണ്. ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, മസ്തിഷ്കാഘാതം, ഞരമ്പുകൾക്ക് തകരാറ് തുടങ്ങിയവയും ഉണ്ടാകുന്നു. പിന്നീട് നമ്മൾ അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നതിനും ഈ മദ്യം കാരണമാകാം. നോക്കൂ, അടുത്തത് ഹൃദയമാണ്. മദ്യം കുടിക്കുന്നയാളുടെ ഹൃദയമിടിപ്പ് വളരെ വീക്കായിരിക്കും. ശ്വാസോച്ഛ്വാസത്തിന്റെ കാര്യം നമുക്ക് നോക്കിയാൽ വിട്ടുമാറാത്ത നെഞ്ചുരോഗങ്ങൾ, ക്ഷയം, ക്യാൻസർ തുടങ്ങിയവയൊക്കെ സംഭവിക്കാം. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മദ്യപിക്കുന്നയാൾ ധാരാളം ഭക്ഷണം കഴിക്കും. കൃത്രിമമായി ഉണ്ടാകുന്ന വിശപ്പാണ് ആ സമയത്ത് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ മദ്യത്തോടൊപ്പം ഇറച്ചിയും മറ്റും ധാരാളം കഴിക്കും. ഇതെല്ലാം സഹിക്കുന്നത് അവന്റെ കരളാണ്. അതുകൊണ്ട് തന്നെ മദ്യപാനി ഒരു കരൾ രോഗിയായി മാറുന്നു. കരൾ രോഗം വന്നാൽ പിന്നെ രക്ഷപ്പെടുന്നവർ ചുരുക്കമാണ്. അതുപോലെ തന്നെ പാൻക്രിയാസിന് തകരാറുകൊണ്ട് മദ്യപാനി ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആവും. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങളുടെ ഈ ചുറുചുറുക്കുള്ള പ്രായത്തിൽ മദ്യപിച്ച് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മന്ദീപിപ്പിക്കരുത്. അതാണ് നിങ്ങളിപ്പോ മനസ്സിലാക്കേണ്ടത്. ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് വന്ന ടോമിന് ഒന്നിലും ഒരു ശ്രദ്ധയില്ലാതായി. മദ്യം കഴിച്ച് അസുഖം വന്ന വിവരം കൂട്ടുകാരെല്ലാം അറിഞ്ഞതിൽ അവൻ വിഷമിച്ചു. എല്ലാവരിൽ നിന്നും മാറി നടന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന അവസ്ഥ. പഴയ കൂട്ടുകാരിൽ നിന്നുപോലും അകന്ന് ഒറ്റയ്ക്കിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ കയറുമ്പോൾ അവൻ ഒറ്റയ്ക്ക് മാറി നടന്നു. മറ്റുള്ളവരുടെ പരിഹാസത്തെ അവൻ ഭയന്നു. തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരു തോന്നൽ. മദ്യം കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടതോർത്തവൻ വിഷമിച്ചു. പപ്പയെയും മമ്മിയെയും വഞ്ചിച്ച് താൻ ഇത്രകാലം ചെയ്തതിനെക്കുറിച്ചുള്ള കുറ്റബോധം പേറിക്കൊണ്ടവൻ നടന്നു. എങ്കിലും ഒന്നവൻ ആഗ്രഹിച്ചു, വീണ്ടും നാടകത്തിൽ അഭിനയിക്കണം. എല്ലാവരുടെയും മുൻപിൽ പഴയതുപോലെ പാട്ടുപാടുവാനും അഭിനയിക്കുവാനും അവൻ ആഗ്രഹിച്ചു. പക്ഷേ ക്രയോൺ, നിങ്ങൾ നീചനാണ്, കരുണ പറ്റിയവനാണ്. സതി ചിരിക്കുന്നു. താനെന്താടോ ചിരിക്കുന്നത്? മര്യാദക്ക് ചെയ്യേ. അലീസ, നീതു, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ കയറണം കേട്ടോ. ക്രയോൺ, നിങ്ങൾ നീചനാണ്, കരുണ പറ്റിയവനാണ്. എനിക്ക് എന്റെ സഹോദരന്റെ ശവസംസ്കാരം നടത്തണം. രാജപുത്രനും ശിക്ഷാർഹൻ. കുറ്റം ചെയ്താൽ രാജപുത്രനും ശിക്ഷാർഹൻ തന്നെ. ശിക്ഷാവിധിയിൽ ന്യായപീഠത്തിന് ഇരട്ടത്താപ്പില്ല. ശിക്ഷാവിധിയിൽ ന്യായപീഠത്തിന് ഇരട്ടത്താപ്പില്ല. ശിക്ഷാവിധിയിൽ ന്യായപീഠത്തിന് ഇരട്ടത്താപ്പില്ല. എന്താടോ സർ, ഇത് എന്താ സർ? എടോ, എന്ത് പറ്റിയടോ? സർ, ടോം എവിടെ? ടോമേ വാ. ടോം വരും. സർ, അവൻ ചെയ്തോ? വരട്ടെ വരട്ടെ. ടോമെ, നീ കുറ്റം ചെയ്താൽ രാജപുത്രനും ശിക്ഷാർഹൻ തന്നെ. ശിക്ഷാവിധി ന്യായപീഠത്തിന് ഇരട്ടത്താപ്പില്ല. ഇരട്ടത്താപ്പില്ല. ടോം എന്താ കരയുന്നേ? ഏത് നേരത്തെ എനിക്ക് കുടിക്കാൻ തോന്നി. എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും. ഒരിക്കലും പറ്റില്ല. ഒരിക്കലും